നമ്മൾ ഈ ബോട്ടിന്റെ അകത്ത് കയറി കുറെ നാളെ കാണുമ്പോൾ ഞാൻ എങ്ങനെ എടുക്കാണ്ടിരിക്കും നമുക്ക്. നമ്മള് ചന്തയിൽ നിന്ന് മീൻ കാണുന്ന പോലെ അല്ലാണ്ട് ഇതിനകത്ത് എന്തോ. അതെ, ഞങ്ങളിപ്പോ ഉള്ളത് കൊല്ലം നീണ്ടകര ഫിഷിംഗ് ഹാർബർ കാണാൻ വേണ്ടി വന്നേക്കുവാണ്. ഇവിടെ ഉച്ച നേരത്ത് ഇപ്പൊ മണി 1:30 അടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ മീനുണ്ടോ, എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നൊന്ന് നമുക്ക് കാണാം. ശരിക്കും എനിക്ക് ഇവിടെ നിന്നുള്ള ഈ കാഴ്ച കാണുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് നമ്മുടെ വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിൽ കാണുന്ന ബോട്ടിനെക്കാട്ടി നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ബോട്ടാണ്, ഫിഷിംഗ് ബോട്ടാണ് ഇവിടെ കാണുന്നത്. ഏത് നേരത്ത് വന്നാലും ഇവിടെ മീൻ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഈ 1:30 മണി നേരത്തെ ഇവിടെ മീനുണ്ടെങ്കിൽ മിക്കവാറും ഏത് നേരത്തെ ഇവിടെ മീൻ കാണുമായിരിക്കും. ഓ, 3 ബോട്ടുകളാണ് ഇപ്പൊ വന്നേക്കുന്നത്. ഇപ്പം മീനെല്ലാം ചറവറ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇവര് കൊൽക്കട്ടയിൽ നിന്നുള്ള ആൾക്കാരാണ്. ഈ ബോട്ടിന്റെ ആ വെള്ള ആ ഷർട്ട് എടുക്കുന്ന ചേട്ടൻ പറഞ്ഞ് മേളിൽ കയറി കാണാന്നാണ് പറഞ്ഞത്. നല്ല വെയിലാണ്. നമ്മൾ ഈ ബോട്ടിന്റെ അകത്ത് കയറി കുറെ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു ഫിഷിംഗ് ബോട്ടിൽ പോകണമെന്നുള്ളത്. അപ്പം ഇതിന്റെ അകത്തുള്ള കാഴ്ചകളാണ്. ഈ വെള്ളം ഇതില് അവർ കഴുകിയെടുക്കുന്നതൊക്കെയാണ്. ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാലൊന്നും മനസ്സിലാവുന്നില്ല. ഈ പുള്ളികൾ ഇവരൊക്കെ നല്ല കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഈ ചേട്ടനാണ് നമ്മളെ കയറ്റി വിട്ടത്. ആ നിൽക്കുന്ന ചേട്ടനാണ് ഇതിനെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്തത്. അപ്പം ഇതിന്റെ അകത്തുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം. എനിക്കൊന്നും മനസ്സിലാവത്തില്ല ഇത് കാണുമ്പോൾ എന്തുവാന്നുള്ളത്. ഓരോരോ കാര്യങ്ങളൊക്കെ എന്തോന്ന് എനിക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ എന്നാലും ഒന്ന് ബോട്ടിന്റെ അകത്തൂടെ നടക്കുക എന്ന് പറയുമ്പോൾ തന്നെ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ശരിക്കും നല്ല പ്ലസന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവര് മീൻ എടുക്കുന്ന സ്ഥലം കാണാവേ. ഇവിടെ നിന്നാണ് മീൻ എടുക്കുന്നത്. ശരിക്കും ഇതിൻ്റെ അകത്ത് മീൻ സൂക്ഷിക്കുന്ന അറകളാണ്. കടലിൽ എவ்வளவு ദിവസം ആച്ച് വിലക്ക് പോണ്? 6 ദിവസം. ഞാൻ ഈ ബോട്ടിന്റെ ഏറ്റവും ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ്. ശരിക്കും ഇതിങ്ങനെ ആടുന്നുണ്ട്, പോകുന്നില്ല, പക്ഷെ ഇവിടെ കിടക്കുവാണ്, ആടുന്നുണ്ട്. എന്നിരുന്നാലും നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കുറെ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹം അങ്ങ് സഫലമായതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. തമിഴ് സംസാരിക്കുന്നവരുണ്ട്, ബംഗാളി സംസാരിക്കുന്നവരുണ്ട്, ഹിന്ദി സംസാരിക്കുന്നവരുണ്ട്. എനിക്കറിയാവുന്ന തമിഴും ഹിന്ദിയും വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയത്. നല്ല സ്നേഹമുള്ള സഹകരണമുള്ള ആൾക്കാരാണ്. ഈ താഴെ നമുക്ക് ഐസ് ബോക്സിന്റെ സ്റ്റോറേജ് ആണ് വരുന്നത്. അവിടെ ധാരാളമായിട്ട് ചെറിയ ചെറിയ റാക്കുകൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മീനൊക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ട്, ഇറങ്ങാൻ പാടാന്നാ പറഞ്ഞത്. അപ്പം എന്തായാലും പറ്റുകയെന്ന് ഞാനൊന്ന് കാണിക്കാം. അവിടെ നിന്ന് ആ മീനുകൾ അവർ ഓരോ ക്രേറ്റിലാക്കിയിട്ട് ഈ ചേട്ടന്മാർ 2 പേരും കൂടെ ഇതിൽ വെച്ച് വലിച്ചിങ്ങെടുക്കും. എന്നിട്ട് അവിടെ സെയിലിനിടുന്നത്. ഇത് അപ്പുറത്ത് കിടന്ന ബോട്ടുകൾ അനങ്ങുന്നുണ്ട്. എന്റെ ഒരു ആട്ടം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? കണ്ടോ, അടിപൊളി. ഈ ബോട്ടിന്റെ പേര് ഇമ്മാനുവൽ എന്ന്. 6 ദിവസം ഒരു ഫുൾ കടലിലായിരുന്നിട്ട് ഇന്നാണ് കരയിൽ വരുന്നതെന്നാണ് പറഞ്ഞത്. ഞാൻ ഇതിന്റെ അകത്തിറങ്ങി ഈ ബോട്ടിന്റെ അകത്ത് ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞില്ലേ, കുറെ നാളത്തെ ഒരു ഡ്രീമാണ് ഇവിടെ സാധ്യമായത്. ശരിക്കും നോക്കി, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് എന്റെ ലൈഫിൽ കാണുന്ന കാഴ്ചകളാണ്. ഈ മീന് ഇവർ ഈ 6 ദിവസത്തോളം പോയിട്ട് പിടിച്ചുകൊണ്ട് വന്ന് ഇതിന്റെ അകത്ത് ഇങ്ങനെ കൂട്ടി വെക്കുന്നത്. നല്ല രീതിയിലുള്ള ആട്ടം ഉണ്ട് ഇതിന്റെ അകത്ത്. നമ്മൾ ചന്തയിൽ നിന്ന് മീൻ കാണുന്ന പോലെ അല്ലാണ്ട് ഇതിനകത്ത് എന്തോരം മീനുണ്ടെന്ന് നോക്കി. കണവയൊക്കെ കണ്ട എന്റെ പൊന്നെ, ഇതൊക്കെ കാണുമ്പോൾ ഞാൻ എങ്ങനെ എടുക്കാണ്ടിരിക്കും നമുക്ക്. അടിപൊളി സാധനം കണ്ട.
ഇതൊക്കെ കാണുന്നതിലും പല സന്തോഷം എന്തോ ഉണ്ട്. ഞാൻ ഇങ്ങനെ ഓരോ റാക്കുകളായിട്ട് മാറി മാറി നോക്കുവാണ്. എല്ലാത്തിൻ്റെ അകത്ത് ഓരോരോ വെറൈറ്റി മീനുകളാണ്. ഇത് കണ്ടോ, എന്തോ വലിയ മീനാ നോക്ക്. കേറി വാട. കണ്ട എടുത്തിട്ട് വരുന്നില്ല. കണ്ട തടിയ മീനെ കണ്ട. എന്തായാലും സോ ഹാപ്പി ടു സീ ദിസ് ഇൻ ദിസ് ബോട്ട്. ഞണ്ടുണ്ട്, നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ ഐസൊക്കെ ഇട്ടേക്കുമല്ലേ, നല്ല തണുപ്പുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇവിടെയും കുറെ മീനുകളുണ്ട്. ഇതെല്ലാം മീനുകൾ അടുക്കി വെക്കുന്നതാണ്. ഇവിടെ മാക്സിമം അവരിങ്ങനെ ട്രാക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. ഇവിടെ 2 പേര് പണിക്കാരായിട്ടുണ്ട്. ആ പുള്ളിക്കാരൻ, നമ്മൾ ആ കാണുന്ന പുള്ളിക്കാരൻ ബംഗാളിയാണ്, ഈ ചേട്ടൻ തമിഴാണ്. ഒരു ഷവൽ വെച്ചിട്ടാണ് ഇത് മീനെ കോരി എടുക്കുന്നത്. കോരിയിട്ട് ബോട്ടിൽ വിടുന്നുണ്ടോ, ഐസ് ഉൾപ്പെടെ ചേർത്ത് കോരും. ഈ പുള്ളിക്കാരൻ തമിഴ്നാട്ടുകാരനാണ്. ചേട്ടാ ഒരു ഹായ് പറ. പേരെന്ത്? അശോക്. പുള്ളിയാണ് മീനൊക്കെ ഷവലുണ്ട് കോരിയെടുക്കുന്നത്. ശരിക്കും ഞാൻ ഈ ബോട്ടിലുള്ളവരോട് നന്ദി പറയണം കേട്ടോ. ഈ പുള്ളിക്കാരനുണ്ടല്ലോ, പുള്ളിക്കാരൻ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് പുള്ളിയാണ് കയറി കണ്ടോന്ന് പറഞ്ഞത്. അപ്പുറത്തേക്കുന്ന പുള്ളിക്കാരനാണ് ശ്രാങ്ക്. അപ്പൊ ഇവര് 2 പേരുടെ അനുമതി ഉള്ളതുകൊണ്ടാണ് ശരിക്കും ഇതിനകത്ത് കയറി കാണാൻ പറ്റിയത്. 2 പേരോടും സ്നേഹവും നന്ദിയുണ്ട്. എനിക്ക് ഇത്തരത്തില് ശരിക്കും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഫിഷിംഗ് ബോട്ടിൽ കയറണമെന്നുള്ളത്. അത് അങ്ങ് നടന്നു. എന്തായാലും ശരിക്കും ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു കാര്യം പറയുന്നത് എന്താണെന്നറിയാമോ? ഇവർ പറയുന്നുണ്ടായിരുന്നു, ഈ വന്ന ലോഡ് 6 ദിവസമായിട്ട് അവർ രാത്രിയും പകലും ഒന്നും ഇല്ലാതെ കടലിൽ കടന്ന് മീനുണ്ടോ എന്ന് പറഞ്ഞ് മീന് ഇങ്ങനെ പിടിച്ച് നടക്കുകയാണ്. അപ്പൊ ഇനി ഇതിന്റെ അകത്തൊരു മെച്ചം കിട്ടണമെങ്കിൽ എത്രയും വേഗം അതിന്റെ അകത്തിരിക്കുന്ന മീനുകളെല്ലാം പുറത്തെത്തിച്ച് അത് വിൽക്കണം. വളരെ വേഗതയോടെയും സ്പീഡായിട്ട് ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂടുതൽ അവരെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാതെ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങി. അപ്പം ഇതാണ് നീണ്ടാര ഹാർബറിന്റെ കാഴ്ചകൾ നമ്മുടെ ചാനലിലൂടെ കാണിക്കുന്നു. അപ്പോൾ ഒത്തിരി പേര് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് കമന്റ് ഒക്കെ അടിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കണേ. താങ്ക് യു. അപ്പോൾ അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.